കുറച്ച് നാളായിട്ട് അനിമോൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വാർത്തയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് ഈ ഒരു അനിമോളെടുത്ത് ചോദിക്കുമ്പോഴൊന്നും അനിമോൾ കല്യാണം ഇപ്പോൾ ഉണ്ടാവും എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിമോളുടെ കൂട്ടുകാരിയൊക്കെ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയെടുത്ത് ചോദിക്കുന്നത്. ലക്ഷ്മി നക്ഷത്രയും പറഞ്ഞത് ഇപ്പം പറയാനായിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അനിമോൾ തന്നെ പറയും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഷിയാസ് കരീമിൻ്റെ അടുത്ത് ചോദിച്ച സമയത്താണ് ഷിയാസ് കരീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കണക്ക് അനിമോൾ കല്യാണം കഴിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആരാണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ എന്നുള്ള രീതിയിൽ കുറേയധികം പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു. ആ ഒരു ഷിയാസിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഷിയാസ് പറഞ്ഞ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, അത് അനിമോൾ തന്നെ പറയും. പിന്നെ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇങ്ങനെ സിനിമ അങ്ങനത്തെ സീരിയൽ ഫീൽഡിൽ നിന്നൊന്നും അല്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു ഷിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഉണ്ടെങ്കിൽ ഈ ഒരു അനിമോൾ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വരൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബിനോയ് എന്നുള്ളതാണ്. അവർ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സുരേഷ് ഗോപി അടക്കം കുറേയധികം പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കല്യാണത്തിന്.